പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ പച്ചപ്പിനെ നിങ്ങൾ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്ന്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പോലും പച്ചപ്പാണ് എൻ്റെ സന്തോഷം എന്നാണല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ശരിയാണ്, പച്ചപ്പിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിന് പല കാരണങ്ങളാണ്. ഒന്നാമത്, പച്ചപ്പ് എന്ന് പറയുന്നത് നിറമല്ല, നിറം എന്നുള്ളത് പച്ചയാണ്. പച്ചപ്പ് എന്നുള്ളത് ജീവനാണ്. നമ്മുടെ ലോകത്തെ മുഴുവൻ സസ്യലതാദികളുടെയും ഇലകൾ ഭൂരിഭാഗവും പച്ചം കറുത്ത അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇത്ര ഊഷ്മളതയോടെ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ സ്വീകരിച്ചിട്ട് നമുക്ക് പകരം ഓക്സിജൻ സമ്മാനമായി നൽകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ജീവനാണ് അവർ നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പച്ചപ്പിനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പണ്ട് സീരിഹാജി ചോദിച്ച പോലെ കടലിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന് അദ്ദേഹം അന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. അതും ഇപ്പോൾ ശരിയായി വന്നിരിക്കുകയാണ്. കാരണം കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ഓക്സിജൻ കടലിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന്. കാരണം കടലിൻ്റെ ആഴത്തിൽ വളരുന്ന ആൽഗകളാണ് ഓക്സിജൻ ഏറ്റവും കൂടുതൽ സമ്മാനമായി നൽകുന്നത് എന്ന് പുതിയ പഠനം തെളിയിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ പച്ചപ്പും ആ സന്തോഷവും ആ ഉന്മേഷവും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റുന്നു നമ്മുടെ ചെടികളെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ മുറ്റത്തിന് വെളിയിലും പുരയ്ക്കകത്തും അതുപോലെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കൂട്ടുകളിലുമൊക്കെയായി ചെറിയ ചെടികൾ, ഒരുപാടൊന്നും വേണ്ട, നമുക്കകത്ത് ഒരുപാട് ചെടികൾ വയ്ക്കുന്നവരുണ്ട്. ഒരു ചെടി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നിങ്ങളതൊന്ന് അനുഭവിച്ച് നോക്കൂ. ഈ ചെടികൾക്ക് സംസാരിക്കാനും നമ്മോട് ചേർന്ന് നിൽക്കാനും നമ്മോടൊപ്പം ചാഞ്ഞു വരാനും ഒക്കെ എല്ലാ കഴിവുകളും അതെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ പച്ചപ്പിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. മനുഷ്യരുണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പ് സസ്യലതാദികൾ ഉണ്ടായി. അതിനുശേഷം ജീവജാലങ്ങൾ, അതിനൊക്കെ ഒരുപാട് ശേഷമാണ് മനുഷ്യരുണ്ടായത്. മനുഷ്യരെ സംബന്ധിച്ച് ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. ചിലർക്ക് പൂക്കളെയാണ് ഇഷ്ടം. ഏത് ചെടിയിൽ പൂ നിൽക്കണ കണ്ടാലും അവ പൊട്ടിച്ചു കൊണ്ടുപോകും. എന്നാൽ ഈ പൂക്കൾ, ചെടികൾ നിൽക്കുന്ന അത്രയും ഭംഗി വേറെ എവിടെ നിന്നാലും നമ്മുടെ കയ്യിലോ തലയിലോ വച്ചാലും ഉണ്ടാകില്ല. ചെടികൾ ഉണ്ടാകാതെ പൂക്കൾ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ ചെടി പരിപാലനവും, അത് കൃഷിയാണെങ്കിലും അലങ്കാര ചെടിയാണെങ്കിലും, ഇത്രയും രസകരമായതും ആസ്വാദ്യകരമായതും വേറെ ഒരു പണിയുമില്ല എന്ന് നാം അറിയേണ്ടതാണ്. അതിനാൽ ചിലർക്ക് പൂക്കളുള്ള ചെടികളോടായിരിക്കും താല്പര്യം, ചിലർക്ക് പൂക്കളില്ലാത്തവയോടും. രണ്ടിനോടും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്നാലും പച്ചപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് പച്ചപ്പ് എപ്പോഴും നിലനിൽക്കുന്ന ചെടികളെയാണ് ഞാൻ കൂടുതൽ പരിപാലിച്ചു പോരുന്നത്. കാലങ്ങളായി അനേകം ചെടികൾ ഉണ്ടായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടൊക്കെ കുറേ അധികം ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും ചെടി പരിപാലനവും അതുപോലെ കൃഷിയുമൊക്കെ ഒരുപാട് ആസ്വദിച്ചു പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയുമല്ല, ഒരു പാരമ്പര്യ കൃഷിക്കാരൻ്റെ മകനായിരുന്നു ഞാൻ എന്നുള്ളത് കൊണ്ടും ഇത്തരം കാര്യങ്ങളോട് എനിക്ക് പ്രത്യേക ഒരു മമതയാണ്. തന്നെയുമല്ല, അവയെ പരിപാലിക്കാനും വലിയ താല്പര്യവുമാണ്. നമുക്ക് മനസ്സിൽ എന്തുമാത്രം വിഷമങ്ങളുണ്ടെങ്കിലും ഈ ചെടി പരിപാലനവും അല്ലെങ്കിൽ കൃഷി പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് വിഷമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അവ മാറി നിൽക്കുമെന്നുള്ളതാണ് ഈ ചെടി പരിപാലനവും അല്ലെങ്കിൽ കൃഷി പരിപാലനവും കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം. കൃഷിയും ചെടി പരിപാലനവും ഒക്കെ ആദായകരമാണോ എന്ന് ചോദിച്ചാൽ ആദായകരമാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവുമാണ് ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പച്ചപ്പുള്ള ചെടികളെ ഞാൻ പ്രത്യേകം പരിപാലിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എവിടെയൊക്കെ നമുക്ക് ചെടികൾ വയ്ക്കാമോ അവിടെയെല്ലാം ചെടികൾ വയ്ക്കുന്നവരുണ്ട്. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ ഒരുപാട് ചെടികൾ വാരിക്കൂട്ടി ഒരു പരിപാലനവുമില്ലാതെ അവിടെ ഇവിടെയും ഒക്കെയായി തിങ്ങി നിറഞ്ഞ് വയ്പ്പിച്ചു കഴിഞ്ഞാൽ പല ചെടികളും നിലനിൽക്കാതെ പോകും. തന്നെയുമല്ല, കഴിഞ്ഞ കോവിഡ് കാലത്ത് ആളുകൾ ഒരുപാട് ചെടികളുമായി ബന്ധപ്പെട്ട് ആ തരത്തിലേക്ക് ഒരുപാട് ചെടികൾ വീടുകളിലേക്ക് വാങ്ങിക്കൂട്ടുകയും അവയൊക്കെ 3 മാസം കഴിഞ്ഞപ്പോൾ എല്ലാം അപ്രത്യക്ഷമാവുകയും ചെയ്തു. കാരണം ചെടികൾ എവിടെയൊക്കെയാണ് വയ്ക്കേണ്ടത്, ചെടികൾ വീടിനകത്ത് വയ്ക്കാവുന്ന ചെടികൾ ഏതാണ്, വീടിനകത്ത് എവിടെയൊക്കെ ചെടികൾ വയ്ക്കാം, അത്യാവശ്യം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികൾ വച്ചു പിടിപ്പിക്കാം. വാസ്തുശില്പം പറയുന്നു അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം പറയുന്നത് പോലെയൊന്നുമല്ല ചെടികൾ വയ്ക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കണ്ണിനും മനസ്സിനും ഇമ്പം തരുന്ന ചില കോർണറുകളിൽ ഒരു ചെടി നിന്നാൽ മതി. നമുക്ക് ആ ദിവസം
ഭയങ്കരമായ ഉന്മേഷം കിട്ടും. അതുപോലെ വീടിനകത്താണെങ്കിലും അടുക്കളയ്ക്കകത്താണെങ്കിലും അതുപോലെ ബെഡ്റൂമിലാണെങ്കിലും നമ്മൾ ചെടികൾ പലരും വയ്ക്കാറുണ്ട്. എന്നാൽ ഒരുപാട് വലിയ ചെടികളോ അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ തരുന്ന ചെടികളോ ആയിരിക്കണം നമ്മൾ വീടിനകത്ത് വയ്ക്കേണ്ടത്. ചെടി അകത്ത് വയ്ക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നു. അത് മറ്റൊരു വീഡിയോയിൽ പറയാമെന്നുള്ളത് കൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിന് പേരിട്ടത് എന്ന് പലരും ചോദിച്ചതുകൊണ്ടും പച്ചപ്പിനോട് എന്താണ് ഇത്ര ഇഷ്ടമെന്ന് ചോദിച്ചതുകൊണ്ടും മാത്രമാണ് ഇത്തരമൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എവിടെ കണ്ടാലും എൻ്റെ ചെടികൾ പച്ചച്ചെടികൾ മാത്രമാണ്, പൂക്കളില്ല. പൂക്കൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ചവിട്ടി പോലും പച്ച കളറാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പച്ചപ്പിനോട് അത്രമാത്രം ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. വീടിൻ്റെ അകത്തളങ്ങൾ എങ്ങനെ നമുക്ക് അലങ്കരിക്കാം? ഒറ്റ കുഞ്ഞു ചെടി കൊണ്ട് മാത്രം നമുക്ക് വീടിന് ഐശ്വര്യം തരുന്ന ചില മൂലകളും ചില പ്രദേശങ്ങളുമൊക്കെ ഉണ്ട്. അത് കണ്ടറിഞ്ഞ് അത് പ്രത്യേകിച്ച് ആരോടും വിശദമായി ചോദിക്കേണ്ടതില്ല. നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ്, നമ്മുടെ കാഴ്ച എവിടെ നിൽക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മൾ ചെടി വയ്ക്കേണ്ടത്. ഈ കാഴ്ചകളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെടി വയ്ക്കാത്ത ഇടങ്ങളിൽ അകത്ത് പച്ചപ്പുള്ള ചെടികൾ വരച്ച് ഒരാർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വീടിന് ചില അലങ്കാരങ്ങളും സന്തോഷങ്ങളും അതുവഴി നമുക്കൊരു ഉന്മേഷവും തരുന്നതാണ്. ഞാൻ ആദ്യമേ കാണിച്ച ഈ ചെടിയാണ്. ഇത് എവിടെയും ഞാൻ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ഊണ് കഴിക്കുമ്പോൾ, വായിക്കുമ്പോൾ ഇവയൊക്കെ ഇത്തരം കുഞ്ഞു ചെടികളെ ഞാൻ എൻ്റെ അടുത്ത് വയ്ക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ചെടി നമ്മൾ കാണുമ്പോൾ ഒരു വനപ്രദേശം അല്ലെങ്കിൽ ഒരു വലിയ പച്ചപ്പിൻ്റെ പ്രദേശം ആകെ കാണുന്ന അനുഭൂതിയാണ് നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നത്. തന്നെയുമല്ല, നമ്മുടെ ശ്രദ്ധ മാനസികമായി വിഷമിക്കുമ്പോൾ ആ ചെടിയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷം കിട്ടും. ഞാനൊരു പാരമ്പര്യ കൃഷിക്കാരൻ്റെ മകനാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. എൻ്റെ പിതാവിൻ്റെ മേഞ്ഞിലും നുകവുമാണ് ഇന്നത്തെ കലപ്പയും നുകവും എന്ന് പറഞ്ഞതുപോലെ അവയൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ അലങ്കരിച്ചു വച്ചിരിക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് അവരെക്കുറിച്ച് ഓർമ്മ കിട്ടാനും ചെടികളെക്കുറിച്ചുള്ള അതുപോലെ കൃഷിയെക്കുറിച്ചുള്ള ആ ഒരു ബോധനം നമുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതിനും അത് വളരെ നല്ലതാണ്. എൻ്റെ ബെഡ്റൂമിൽ ഞാൻ ഒരു കൊച്ചു സ്നേക്ക് പ്ലാന്റ് വച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് കിടക്കാൻ നേരം നോക്കുമ്പോഴും രാവിലെ ഉണരുന്ന് അതിലേക്ക് നോക്കുമ്പോഴും നമുക്കൊരു ഉന്മേഷം കിട്ടും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ചെറിയ ചെടികളും ചെറിയ സ്പോട്ടുകളിലും മാത്രം നമ്മൾ വച്ചു പോകുന്നത്. ഏത് ചെടികൾ വേണമെന്നുള്ളത് ഇൻഡോർ പ്ലാന്റ് പ്രത്യേകം തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശങ്ങളിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഈ പച്ചപ്പിനെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്ന്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ പച്ചപ്പിനെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരം വീഡിയോകളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ ഇത്ര നേരം കണ്ട നിങ്ങൾക്ക് സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.